എൻ്റെ കയ്യിൽ നല്ലൊരു ബിസിനസ് ഐഡിയ ഉണ്ട്. എനിക്കൊരു നല്ല ബിസിനസ് ഐഡിയ കിട്ടിയിട്ടുണ്ട്. അതുപയോഗിച്ച് എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷേ എനിക്ക് മറ്റുള്ളവരോട് ഐഡിയ ഷെയർ ചെയ്യാനായിട്ട് ഭയമാണ്. മറ്റുള്ളവർ എൻ്റെ ഐഡിയ മോഷ്ടിച്ചെടുക്കുമോ എന്നുള്ള ഭയം. ഇങ്ങനെ ഭയമുള്ള ഒരാളാണെങ്കിൽ നിങ്ങളിത് ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങൾക്കൊരു ഐഡിയ ലഭിക്കുന്ന സമയത്ത് ലോകത്ത് 100 പേരുടെയെങ്കിലും തലയിൽ ആ സെയിം ഐഡിയ തന്നെ ഉദിക്കുന്നുണ്ട്. അതിലൊരു 10 പേരാണ് ആ ഐഡിയയുമായിട്ട് മുന്നോട്ട് പോകുന്നത്, ആ ഐഡിയ ഒരു ബിസിനസ് ആക്കാനായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിൽ വരുന്ന പ്രതിസന്ധികൾ തരണം ചെയ്ത് ഒരാളായിരിക്കും ആ ഐഡിയ ബിസിനസ്സായിട്ട് മാറ്റുന്നതിൽ വിജയിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു മികച്ചൊരു ഐഡിയ, ഒരു ബിസിനസ് ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു മികച്ച ബിസിനസ് എക്സിക്യൂഷനും കൂടെ ചേർത്ത് വെക്കുമ്പോഴാണ് അതൊരു വലിയ ബിസിനസ്സായിട്ട് മാറുന്നത്. ഒരു മികച്ച ഐഡിയയുടെ കൂടെ ഒരു മികച്ച എക്സിക്യൂഷനും കൂടെ ചേരുമ്പോഴാണ് അത് വലിയ ബിസിനസ് ആകുന്നത്. അതുപോലെ തന്നെ ഒരു ആവറേജ് ഐഡിയയുടെ കൂടെ ഒരു മികച്ച എക്സിക്യൂഷനും കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാലും അതൊരു മികച്ച ബിസിനസ്സായിട്ട് മാറും. പക്ഷേ ഒരു മോശം ഐഡിയയുടെ കൂടെ ഒരു മികച്ച എക്സിക്യൂഷൻ കൊടുത്താലോ ഒരിക്കലും അതൊരു മികച്ച ബിസിനസ്സായിട്ട് മാറില്ല. ഇതുപോലെ തന്നെയാണ് ഒരു നല്ല ഐഡിയ മോശമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിലൂടെ ആ ബിസിനസ് ഫെയിലായി പോകും. അപ്പോൾ നല്ല ഐഡിയയുടെ കൂടെ ആണെങ്കിൽ പോലും ഒരു മോശം എക്സിക്യൂഷനാണ് ചേരുന്നതെങ്കിൽ അതൊരിക്കലും മികച്ച ബിസിനസ്സായിട്ട് മാറില്ല. അപ്പോൾ ഐഡിയ ഇറ്റ് സെൽഫ് നത്തിങ് ആണ്. നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്, ഒരു മികച്ച ഐഡിയ ഉണ്ട് എന്നുകൊണ്ട് ഒരിക്കലും അതൊരു മികച്ച ബിസിനസ്സായിട്ട് മാറില്ല. അതിൻ്റെ കൂടെ ഒരു മികച്ച എക്സിക്യൂഷനും കൂടെ ചേരുമ്പോഴാണ് അത് വലിയൊരു മികച്ച ബിസിനസ് മോഡലായിട്ട് മാറുന്നത്. നിങ്ങൾക്ക് ഒരു മികച്ച ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. നമുക്ക് വളരണമെങ്കിൽ മറ്റുള്ളവരുടെ ഹെൽപ്പ് വേണം. അങ്ങനെ ഒരു ടീം ബിൽഡ് ചെയ്യുക. അതിൻ്റെ നല്ലൊരു എക്സിക്യൂഷൻ കൊണ്ട് അതൊരു വലിയ ബിസിനസ് മോഡലായിട്ട് മാറ്റുക. ഓൾ ദി ബെസ്റ്റ്.